ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എസ് എം ബി എസും പിന്നെ അതിൻ്റെ സി പി യുൻ്റെ ബാക്ക് സൈഡും. ഓക്കെ, എസ് എം ബി എസ് ബാക്ക് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്കിലുള്ള പാനലുകൾ, അതേമാതിരി തന്നെ കണക്ടറുകൾ ഇതൊക്കെ പരിചയപ്പെട്ടു പോവാം. ഓക്കെ, നമുക്ക് ഫ്രണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഫുള്ളി ഇതിലൊന്നും ഇല്ല കാര്യമായിട്ട്. എന്നാലാണെങ്കിലോ ഇതിലെ സി ഡ്രൈവ് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ യു എസ് ബിൻ്റെ ഫംഗ്ഷൻ, ഈ സ്വിച്ച് റിലേറ്റഡ് എന്താണ് കംപ്ലൈൻറ്റ് എങ്ങനെ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അത് നമുക്ക് ഇനി അടുത്ത് എടുക്കാനുള്ളത് ഈ ഒരു ഇതിന്റെ ബാക്ക് പാനലാണ്. ബാക്ക് പാനൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കവർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാണുന്ന സമയത്ത് നമുക്ക് സി പി യുന്റെ ഫ്രണ്ട് ആണ് ഇരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് നമ്മൾ ഫേസ് ടു ഫേസ് ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഇതിന്റെ ഓപ്പൺ ചെയ്യേണ്ട ഗേസ് ഓപ്പൺ ചെയ്യേണ്ട ഈ ഒരു സൈഡ് ഭാഗം ആയിരിക്കണം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു സൈഡിലാണ് മദർ ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുക. അത് നമ്മൾ കറക്റ്റ് ഓർഡർ ഉണ്ടായിക്കണം. ചുമ്മാ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്യരുത്. ഓക്കെ, ഇത് ഞാൻ തിരിച്ചു വെച്ചതാണ് സി പി യു. അപ്പൊ നമുക്ക് തിരിച്ചു വെക്കുന്ന നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രണ്ട് സൈഡ് ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഇരിക്കേണ്ടത് ഇതിന്റെ ലെഫ്റ്റ് സൈഡ്, നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഈ രണ്ട് സ്ക്രൂ ആണ് കറക്റ്റ്. ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഈ സൈഡിലാണ് മദർ ബോർഡ് ഇരിക്കുന്നത്. ഓക്കെ, മദർ ബോർഡിന്റെ ഈ ബോർഡിന്റെ കണക്ടർ ആണ് ഈ കാണുന്നത്. ഓക്കെ, മദർ ബോർഡിന്റെ ഈ ഒരു സൈഡത്തെ കണക്ടേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മദർ ബോർഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കണക്ടറുകളാണ് നമുക്ക് വെളിയിലേക്ക് കാണാൻ കഴിയുന്നത്. ഈ കണക്ടേഴ്സിനെ പറ്റി നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ബോർഡിന്റെ കണക്ഷനുകൾ ഇതിന്റെയൊക്കെ ബാക്കിയൊക്കെ ഉള്ളിലാണ് നടക്കുന്നത്. ബോർഡ് ഇങ്ങനെ ഈ കണക്ടേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇത്രയും ഭാഗങ്ങൾ ഈ കാണുന്നത് എങ്ങനെ വെച്ചാൽ എസ് എം ബി എസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, എസ് എം ബി എസ് ആണുള്ളത്. ഈ ഒരു സംഭവം കാണുന്നത് ഇതിന്റെ ഫാനാണ്, അതിന്റെ കൂളിങ്ങിന്റെ ഫാനാണെന്ന് അറിയാം. ഓക്കെ, ഇത് കാണുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പവർ കൊടുക്കുന്ന അഥവാ എ സി പവർ കോഡ് കൊടുക്കുന്ന സപ്ലൈ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് എസ് എം ബി എസ് ഇവിടെ ഓക്കെ ആണ്. പക്ഷേ എസ് എം ബി എസിന്റെ രണ്ട് മൂന്ന് സ്ക്രൂസ്, ഇവിടെ സ്ക്രൂ ഉണ്ട്, ഇവിടെ സ്ക്രൂ ഉണ്ട്, ഇവിടെ സ്ക്രൂ ഉണ്ട്, ഇവിടെ സ്ക്രൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരിക്കലും കാരണത്താൽ ഇത് അയക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗമൊന്നും നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എസ് എം ബി എസ് അയക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് നാല് സ്ക്രൂ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി സ്ക്രൂ എസ് എം ബി എസ് ഓപ്പൺ ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും, വെളിയിലേക്ക് എടുക്കാൻ പറ്റും. ഈ സിസ്റ്റം അസംബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് എസ് എം ബി എസ് പക്ക ക്വാളിറ്റി എസ് എം ബി എസ് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ഈ എസ് എം ബി എസ് ക്വാളിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മദർ ബോർഡിന് പെട്ടെന്ന് കംപ്ലൈൻസ് കൂടുതലാണ്. കാരണം അതിന്റെ പക്ക പ്രോപ്പർ ആംബിയർ കിട്ടില്ല, ഫിൽറ്ററിംഗ് നടക്കില്ല. അതിന് അതിന്റെ കംപ്ലൈൻസ്. വയറൊക്കെ ഒരു കൊല്ലമാകുമ്പോൾ തന്നെ ഹാർഡായി തുടങ്ങും. ഓക്കെ, അതേമാതിരി തന്നെ ഈ ഇതിലുള്ള വെച്ചിരിക്കുന്ന ഫാൻ ഉണ്ട്. ഈ ഫാൻ എന്ത് ചെയ്യും, ഒരു കൊല്ലം ഒന്നര കൊല്ലം ആകുമ്പോൾ തന്നെ ഹെവി ഹാർഡ് സോഫ്റ്റ് ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യരുത്, ഒരു കാരണത്താലും നിങ്ങൾ ഇതിലേക്ക് ഡസ്റ്റ് ഉണ്ട്, നിങ്ങളെ പി സി ഡസ്റ്റ് ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണത്താലും ഇതിലൂടെ ഡയറക്റ്റ് ബ്ലോവർ നിങ്ങൾ ചെയ്യരുത്. ബ്ലോവർ നിങ്ങൾ ചെയ്യരുത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഹാർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഫാന് ലീഫ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് അടിക്കരുത്, ഇങ്ങോട്ട് ഡയറക്റ്റ് അടിക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫാൻ എന്ത് ചെയ്യണം, ഒന്ന് ബ്ലോക്ക് ചെയ്യുക. ഈ ബ്ലോർ എന്നുണ്ടെങ്കിൽ ഫാന്റെ എയർ അല്ലേ പോകുന്നത് ബ്ലോറിൽ. അപ്പൊ ഫാൻ എന്ത് ചെയ്യുക, ഒന്ന് കൈയിട്ടോ എന്താ വിരലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, തിരിയാൻ അയക്കാതിരിക്കുക. എന്നതിന്റെ ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് അടിച്ചു കൊടുക്കുക, ബ്ലോർ അടിച്ചു കൊടുക്കുക. ഇവിടുന്ന് അടിക്കും ചെയ്ത് ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ നേരെ ഇവിടെയുള്ള ഡസ്റ്റ് ഫുള്ള് സീപ്പിന്റെ അകത്തേക്ക് പോകും. ഓക്കെ, അപ്പൊ ഉള്ളിലൂടെ ഇത് ഓപ്പൺ ചെയ്ത് ഗേസ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇതിന്റെ ഹോൾസ് ഉണ്ട്, ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്, ഗ്രിൽസ് ഉണ്ട്. ആ ഗ്രിൽസിന്റെ അടിയിലൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിയിലേക്ക് എന്ത് ചെയ്യും, ഡസ്റ്റ് ഔട്ട് ആവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ നല്ല കെയർ ചെയ്യുക. ഫാന് ബ്ലോക്ക് ചെയ്തിട്ട് വേണം അടിക്കാൻ, അല്ലെങ്കിൽ ലീഫ് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ഫാന് ബ്ലോർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലോറിന്റെ ഫാന് ഫോർവേഡ് റിവേഴ്സും കറങ്ങിയിട്ട് ലീഫ് പൊട്ടും. ഫാന് ബാരിങ് കംപ്ലൈന്റ് ചാൻസ് കൂടുതലാണ്. ഓക്കെ, അത് നമ്മൾ കെയർ ചെയ്യാം. പിന്നെ ഇത് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിനെ കണക്ടർ ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഈ കണക്ടറിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഫേസ്, ന്യൂട്രൽ, ഗ്രൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഫേസ്, ന്യൂട്രൽ, ഓക്കെ. അപ്പൊ മൂന്ന് കണക്ഷൻ ഇവിടെ പ്രോപ്പർ ആയിട്ട് കിട്ടണം. ഇത് മൂന്ന് കണക്ഷൻ പ്രോപ്പർ മസ്റ്റ് ആണ്. കാരണം ഇതിൽ ഗ്രൗണ്ട് മസ്റ്റ് ആണ് ഇതിൽ കിട്ടേണ്ടത്. ഓക്കെ, ഫേസ് കിട്ടണം, ന്യൂട്രൽ കിട്ടും. ഇതിൽ എർത്ത് പ്രോപ്പർ ആയാലും മസ്റ്റ് ആണ്. അഥവാ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, റാം ഇതിൽ നടക്കുന്നത് ചാർജിങ് ആൻഡ് മെമ്മറി ടൈപ്പുകൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പ്രോപ്പർ ആയി കിട്ടണം. അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റാം ബീപ്പ് അടിക്കും, അഥവാ റാം കംപ്ലൈൻസ് ആവും. റാം ഒന്ന് റിലീസ് ചെയ്ത് ഇടേണ്ടി വരും. ഓക്കെ, റാം സിസ്റ്റം ഒന്ന് ഊരിയിട്ട് സിസ്റ്റം എന്ത് ചെയ്യണം, അതിന്റെ റാം എന്ത് ചെയ്യും, സ്ലോട്ടിൽ നിന്ന് ഊരിയിട്ട് ഒന്ന് ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡസ്റ്റ് നമ്മളെ കൈ കൊണ്ട് തുടക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് A4 ഷീറ്റ് ഉണ്ടെങ്കിൽ ഷീറ്റ് ഇട്ടിട്ട് ആ ഗോൾഡിന്റെ കണക്ഷൻ എന്ത് ചെയ്യുക,
കണക്ഷൻ ഒന്ന് റിമൂവ് ചെയ്യുക, ഒന്ന് റബ്ബ് ചെയ്യുക, ചെറുതായിട്ട് റബ്ബ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താവും, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. റിലീസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ വർക്ക് ചെയ്യും. കാരണം ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് കിട്ടാത്തതുകൊണ്ടാണ്. ഈ എർത്ത് പ്രോപ്പർ ഇല്ലെങ്കിൽ ഇതേമാതിരി കംപ്ലൈൻസുകൾ കൂടും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ CPU വെക്കുന്ന സമയത്ത് എർത്ത് പ്രോപ്പർ ആണെന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ, SMPS ഇത് പ്രോപ്പർ ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, പിന്നെ ഈ ഒരു കണക്ഷൻ കാണുന്നത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PS2 കീബോർഡ്, അത് ഇതിന്റെ അപ്പുറത്ത് കാണുന്നത് മൗസ്. ഓക്കെ, ഇതിന്റെ അപ്പുറത്ത് കാണുന്നത് PS2 കീബോർഡ് മൗസിന്റെ കണക്ടറാണ് കാണുന്നത്. അപ്പൊ ഈ കണക്ടർ ഇപ്പോൾ കീബോർഡ് ഒന്നും ഈ ടൈപ്പ് PS2 കീബോർഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ ഈ കീബോർഡ് കണക്ഷൻ കംപ്ലൈന്റ് ആണെന്ന് ഇതിന്റെ പിന്ന് ഓർഡർ അല്ല, ഡിസോർഡർ ആയിട്ട് ഈ കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഡാമേജ് ആവും. അത്ര അതിന്റെ കംപ്ലൈൻസ് കൂടുതലായിട്ട് വരുന്നത്, വേറെ ഒന്നും കംപ്ലൈൻസ് വരുന്നില്ല. ഓക്കെ, പിന്നെ വയറൊക്കെ കട്ടാകുക, അങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലൈൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇത് പിന്നെ നമ്മൾ കാണുന്നത് ഈ സീരിയൽ പോർട്ടാണ്, സീരിയൽ കോം പോർട്ട്. അപ്പോൾ സീരിയൽ പോർട്ട് എന്തിനാ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് പഴയ കാലത്ത് നമ്മൾ മൗസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മളെ വാഹനത്തിന്റെ ഒക്കെ പോക്കറ്റ് ടെസ്റ്റ് എക്സ്റ്റേണൽ ആയിട്ട് ചില ഡിവൈസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോർട്ട് ഇന്നും കണ്ടുവരുന്നത്. അതേമാതിരി തന്നെ പ്ലോട്ടർ യൂസ് ചെയ്യുന്ന സ്റ്റിക്കർ കട്ടിങ്ങിനൊക്കെ പ്ലോട്ടറിലൊക്കെ ഈ സീരിയൽ പോർട്ട് കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്നുണ്ട്. വളരെ യൂസിങ് ഇപ്പൊ കുറവാണ്. ഓക്കെ, പിന്നെ ഇതിൽ പ്രിന്ററിന്റെ പോർട്ടാണ്, LPT പോർട്ടിന്റെ പാരൽ പോർട്ടാണ്. ഈ പാരൽ പോർട്ട് എന്തിനാ യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മളെ ഡോട്ട് മാക്സ് പ്രിന്റർ യൂസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ എക്സ്റ്റേണൽ ഡിവൈസ്, ചില ഡിവൈസുകളിൽ ഈ പോർട്ട് ഇപ്പോഴും ചിലത് പഴയ മെഷീൻ ആയതുകൊണ്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് രണ്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പുതിയ ബോർഡിലൊന്നും ഉണ്ടാകത്തില്ല. പുതിയ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോർഡിലൊന്നും ഈ പാരൽ പോർട്ടും സീരിയൽ പോർട്ടും ഒന്നും കാണൂല. പുതിയ ബോർഡിൽ കണ്ടില്ലേ, ഇതിലൊന്നും ആ കണക്ഷൻ കാണൂല. അപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ PCI കാർഡ് ഉണ്ട്. ഈ PCI കാർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വെളിയിലേക്ക് നമുക്ക് എടുത്തിട്ട് ഇവിടെ ഇതേമാതിരി കാർഡ് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ഓൺ കാർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. കാർഡ് ആഡ് ചെയ്യുന്ന സ്ലോട്ടുകളാണ് കാണുന്നത്. ഓക്കെ, എക്സ്പെൻഷൻ സ്ലോട്ടുകളാണ് കാണുന്നത്. ഈ സ്ലോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർഡ് ഇതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഈ USB ആണെങ്കിൽ USB ആഡ് ചെയ്യുക, കീബോർഡിനാണെങ്കിൽ കീബോർഡ് ആഡ് ചെയ്യുക, BGA കാർഡ് ആഡ് ചെയ്യുക, ഒക്കെ ഇതിൽ കാർഡുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ കാണുന്നത് BGA കാർഡാണ്, BGA ഔട്ട് കണക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ പിന്നാലെ ഇതിന്റെയൊക്കെ കണക്ഷന്റെ ദിശ കാണുന്ന സമയത്ത്, നമ്മൾ കാണുന്ന സമയത്ത് ഇതൊക്കെ പിന്നെ D ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, D ഷേപ്പിലായിരിക്കും, ആകൃതിയിലാണ് ഉണ്ടാവുക. ഇത് 9 പിന്നാണ് സീരിയൽ പോർട്ടിന് കാണുന്നത്. 9 പിന്നാണ് ഉണ്ടാവുക. ഇത് മെയിൽ കണക്ട് ഉണ്ടാവുക. ഓക്കെ, ഇത് 25 പിന്നിലാണ് ഉണ്ടാവുക. ഇതിൽ ഫീമെയിൽ ആണ് കണക്ട്. ഷേപ്പ് D ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ കാണുന്നത് ഞാൻ പറഞ്ഞതാണ് BGA പോർട്ടാണ്. BGA പോർട്ട് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ D ഷേപ്പിൽ ഉണ്ടാകുക. ഇതിൽ 15 പിന്ന് ഫീമെയിൽ ആയിട്ടാണ് ഉണ്ടാകുക. കണക്ഷൻ കളർ ഫുൾ ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ ബ്ലൂവിലാണ് യൂണിവേഴ്സൽ ആയിട്ട് കളർ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ 15 പിൻ ഉണ്ടാവും. 15 പിന്നാണ് കാണുക. BGA പോർട്ട്. അപ്പൊ നമുക്ക് നേരെ എടുത്തിട്ട് ഇതിനാണ് നേരെ നമുക്ക് എന്ത് ചെയ്യുക, TVക്ക് കൊടുക്കുക. അതേമാതിരി തന്നെ മോണിറ്ററിനൊക്കെ ഔട്ട് പോകുന്നത് ഇത് വഴിയാണ് പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടേണ്ടത് USB-കളാണ്. അപ്പൊ ഈ 4 USB ഇവിടെ കാണുന്നുണ്ട്. USB-ന്റെ പോർട്ടാണ്. USB-ന്റെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് എന്തും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എല്ലാ പോർട്ടും USB-യിലാണ് വർക്ക് ചെയ്യാൻ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അതിന് ശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിരിക്കുന്നത് C പോർട്ടാണ്. അപ്പൊ Cയിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ എല്ലാ ഫംഗ്ഷനും ഇതിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാം, യൂണിവേഴ്സൽ ആയിട്ട് ഇതാണ് യൂസ് ചെയ്യാം. ഓക്കെ, USB കംപ്ലൈൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ പോർട്ട് ഡാമേജ് വളരെ കമ്മിയാണ്. USB ഡെസ്ക്ടോപ്പിനെ അപേക്ഷിച്ചിട്ട് പോർട്ട് ഡാമേജ് വളരെ കമ്മിയാണ്. ഇന്റേണലി ബോർഡാണ് കംപ്ലൈന്റ് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് USB ഈ പോർട്ട് വർക്ക് ചെയ്യില്ല, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ട് പോർട്ട് വർക്ക് ചെയ്യില്ല, താഴെ പോർട്ടൊന്നും വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ കോമൺ ആയിട്ട് വരുന്നത് ഈ പോർട്ട് ഒന്നും ഡാമേജ് വരാറില്ല. കാരണം ഇത് റഫായിട്ട് യൂസ് ചെയ്യാൻ അധികം യൂസ് ചെയ്യുന്നില്ല, വളരെ ഡീസെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിലെന്താ കംപ്ലൈൻസ് വരാന്നുണ്ടെങ്കിൽ ഇതിന്റെ മദർ ബോർഡിന്റെ ഫോൾട്ടീസാ വരിക. ഓക്കെ, ICസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ ICക്ക് സപ്ലൈ കിട്ടാത്ത കാര്യം കുറച്ച് റിലേറ്റഡ് കംപ്ലൈന്റ് വരിക. ഓക്കെ, അപ്പോ ഈ പോർട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇതിവിടെ USB കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആട്ടിയിട്ടും പിന്നെ അതിന് ഓവർ ബലം കൊടുത്തിട്ട് ഈ പോർട്ട് ഡാമേജ് ആക്കരുത്. ഇത് 90% ഇത് പോർട്ട് കംപ്ലൈൻസ് വളരെ കമ്മിയാണ്. അതേമാതിരി തന്നെ BGയുടെ കണക്ഷനും ഈ പോർട്ട് നമ്മൾ ഡിസ്പ്ലേ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ബേസിക് പോയിന്റ് ഇഷ്ടമായിട്ടുണ്ട്. ഇതിൽ ഡിസ്പ്ലേ ഇത് ഔട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ കീബോർഡ് ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് കണക്ട് ചെയ്തിട്ട് PS2 ആണെങ്കിൽ USB ആണെങ്കിൽ
കീബോർഡ് കാണിക്കാൻ നമ്പർ ലോക്ക് ഉണ്ട്. ആ നമ്പർ ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സിസ്റ്റം വർക്കിംഗ് ആണ്, ഔട്ട് വരുന്നില്ല തോട്ട് കിട്ടും. ഓക്കെ, സിസ്റ്റം വർക്കിംഗ് ആണ്, ഔട്ട് വരുന്നത്. ഔട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പോർട്ടിന്റെ കംപ്ലൈന്റ് 90% കുറവാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ കംപ്ലൈന്റ് ആവല് എന്നുണ്ടെങ്കിൽ ഇത് പിടിച്ച് ആട്ടിയിട്ട് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് അങ്ങനെ കംപ്ലൈന്റ് ആവാറുള്ളത്. ഓക്കെ, ഇതിന് കംപ്ലൈൻസ് വളരെ കമ്മിയാണ്. ഓക്കെ, ഇനി USB-ക്കും കംപ്ലൈന്റ് കമ്മിയാണ്, പോർട്ടിനൊക്കെ വളരെ കമ്മിയാണ് കംപ്ലൈൻസ്. പക്ഷെ നമ്മൾ അത്രയും റഫായിട്ട് യൂസ് ചെയ്യുന്നില്ല. റഫായിട്ട് യൂസ് ചെയ്ത് കുട്ടികൾ പിടിച്ചിട്ട് വലിക്കുന്ന പൊട്ടിക്കുന്ന അത് വേറെ. ഞാൻ നോർമലി പറയുന്ന കംപ്ലൈൻസ് ഈ ഒരു കോമൺ ആയിട്ട് വർക്ക് ചെയ്ത് നിൽക്കുന്ന PC ഡിസ്പ്ലേ വരുന്നില്ല എന്നുണ്ട് ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണത്താലും ഷെയ്ക്ക് ചെയ്തിട്ട് അതിന്റെ ഡിസ്പ്ലേ നമ്മൾ വരൂല. കാരണം അത് അവിടെ അല്ല, ഇതിന്റെ കംപ്ലൈൻസ് ഇവിടെ അല്ല, ഇതിന്റെ അകത്താണ് ഇതിന്റെ കംപ്ലൈൻസ് വരിക. ഓക്കെ, അപ്പൊ ഈ കംപ്ലൈൻസ് വളരെ റയർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ പോർട്ടിന്റെ കംപ്ലൈൻസ് റയർ ആയിട്ടാണ് വരുന്നത്. USB അതേമാതിരി തന്നെ പോർട്ട് ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ കംപ്ലൈൻസ് വരില്ല. പിന്നെ ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ലോക്ക് ഉണ്ട്, ഈ VGAക്ക് ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഈ കണക്ഷൻ ചെയ്ത ഈ കണക്ടർ ആയിട്ട് ആ കേബിൾ കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോക്ക് എന്ത് ചെയ്യുക, ഓവർ ടൈറ്റ് ചെയ്ത് ഒരു മിതമായ ലെവലിൽ ചെറിയ ഹാൻഡ് ടൈറ്റിങ് ചെയ്തിട്ട് ഹാൻഡ് ടൈറ്റ് ചെയ്യുക. ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഹാൻഡ് ടൈറ്റ് ഒരു മീഡിയം ലെവലിൽ ടൈറ്റ് കഴിഞ്ഞാൽ നമുക്കത് ടൈറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ടൈറ്റിങ്ങിൽ അവിടെ നിർത്തുക. പിന്നെ ആ സാധനം കംപ്ലൈന്റ് ആവില്ല, ഈ VGയുടെ പോർട്ട് കംപ്ലൈന്റ് ആവില്ല. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലാണ് ഈ സാധനം യൂസ് ചെയ്യുക. ഒരു കാരണത്താലും നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാനലുള്ളത് ഇത് കൈ തട്ടിയിട്ടും കാല് തട്ടിയിട്ടൊക്കെ പാടെ കംപ്ലൈന്റ് ചാൻസ് കൂടുതലാണ്. പക്ഷെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് നമ്മൾ ടച്ച് തന്നെ ചെയ്യുന്നില്ല. ഓക്കെ, ടച്ച് തന്നെ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അതുകൊണ്ടാണ് ഫിസിക്കൽ ഡാമേജ് ചാൻസ് വളരെ കമ്മി എന്നാണ്. USB ആണെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നത്, ചെക്ക് ഇത് ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വാട്ടറിന്റെ കാര്യങ്ങൾക്ക് വരുന്ന സമയത്ത് മാത്രം ഇതിനുള്ളിൽ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗോൾഡ് പ്ലേറ്റിംഗിന്റെ കണക്ഷൻ ഉണ്ട്, 4 കണക്ഷൻ ഉണ്ട്. ആ 4 കണക്ഷൻ എന്തെങ്കിലും റെസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കാം. അത് ലൈറ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലാഷ് അടിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ അതിലേക്ക് സൂം ചെയ്ത് പിക്ചർ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ സൂം ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അത് നേരെ സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെടായിരിക്കും ബുദ്ധി. അതല്ലാതെ നിങ്ങൾ ഇതിന്മേൽ എന്ത് ചെയ്യരുത്, ഓവർ പ്രഷർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോർട്ടും കൂടി മാറ്റേണ്ടി വരും. ഓക്കെ, പോർട്ടും മാറേണ്ടി വരും. പിന്നെ ഉള്ളിലുള്ള ICs എന്താ കംപ്ലൈൻസ് അത് വേറെ നോക്കട്ടെ. ഓക്കെ, പിന്നെ ഈ പിങ്ക് കളർ കാണുന്നത് എങ്ങനെ വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പാർട്ട് പറഞ്ഞ മൈക്ക്, ആ മൈക്കിന്റെ കണക്ഷൻ ആണ് പറഞ്ഞത്. പിന്നെ ഇത് റിയർ, ഇത് ഔട്ടാണ്, ഓഡിയോന്റെ ഔട്ടാണ്. ഇത് കാണുന്നത് ലൈൻ ഇന്നാണ്. ഓക്കെ, ലൈൻ അങ്ങോട്ട് ഓഡിയോ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡിംഗ് ഒക്കെ സമയത്ത് ഇത് അങ്ങോട്ട് ഇന്ന് കൊടുക്കുന്നതാണ്, ലൈൻ ഇന്ന് കൊടുക്കുന്നത്, അഥവാ ഓഡിയോ ഇന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇത് കാണുന്നത് നമ്മുടെ KBBS മോഡാണ്. ഇത് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇത് ഇതിൽ 56 KBPS ലാൻഡിൽ നമ്മൾ പണ്ട് കാലത്ത് ലാൻഡ് ലൈനിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ അത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് RJ45 കണക്ടറാണ്. അപ്പൊ നമുക്ക് നെറ്റ്വർക്ക് നമ്മൾ ഓഫീസിലൊക്കെ നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് കാരണം, ഈ ഒരു കണക്ടറാണ് കാരണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് പിടിച്ച് വലിക്കരുത്. ഇത് ഓപ്പൺ ഊരുന്ന സമയത്ത് ഇതേമാതിരി ക്ലിപ്പ് ഉണ്ട്, ആ ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് നൈസായിട്ട് വലിച്ചാൽ നൈസായിട്ട് കിട്ടും. ഓക്കെ, അല്ലാതെ ഡയറക്റ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്ലിപ്പ് ലോക്കാണ് എന്നുണ്ടെങ്കിൽ ആ ക്രിമ്പ് ചെയ്തത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആ വയർ കേബിൾ കണക്ഷൻ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതുമായി തന്നെ ഇതും നമ്മൾ ആവശ്യമില്ലാതെ ഈ ലാൻഡ് കേബിൾ ആവശ്യമില്ലാതെ ഒരു കാരണവശാലും ഡിസ്കണക്റ്റും റിമൂവും ചെയ്യാൻ പാടില്ല. നെറ്റ്വർക്ക് കിട്ടാത്തതിന് ഇത് എന്താണെങ്കിൽ നൈസ്ലി ഒന്ന് എടുക്കുക. അത് ആ സൗണ്ട് എടുക്കുന്ന സമയത്തും കൊടുക്കുന്ന സമയത്തും നമുക്ക് ക്ലിക്ക് എന്ന സൗണ്ട് കേൾക്കാം. ആ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ വർക്കിംഗ് ആണ്. ഓക്കെ, ഒരു കാരണവശാലും അത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആട്ടാനോ പിടിക്കാനോ പാടില്ല. അപ്പൊ ഇതിന്റെ കണക്ഷന് കംപ്ലൈൻസ് ആവും. അഥവാ നെയ്സിലെ കണക്ഷൻ പോകുന്നതാണ്, വളരെ സ്മാർട്ടായിട്ട് കണക്ഷൻ പോകുന്നതാണ്. അപ്പൊ അതിന്റെ അടുപ്പിച്ചിട്ടാണ്. അപ്പൊ ഇത് സ്പാർക്കിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ ലാൻഡ് ഡ്രൈവർ മിസ്സാവും, ICക്ക് ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് സ്മാർട്ടായിട്ട് ഒന്ന് പ്ലഗ് ചെയ്തിട്ട് അൺപ്ലഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ നൈസിലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ കാണുന്നത്. അപ്പൊ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ എടുക്കേണ്ടതും പിക്ക് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര തന്നെയാണ്. ഇതിൽ നമ്മൾ ഈ സ്ക്രൂസ് ഉണ്ടാവും, ഇവിടെ ഈ കണക്ടറിന് ഈ സ്ക്രൂസ് മസ്റ്റ് ആയിട്ട് ഇടുക. ഇവിടെ അതേമാതിരി പ്രിന്റർ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാവും. ഇവിടെ അതേമാതിരി തന്നെ ഇതൊരു ലോക്കിംഗ് ആണ്, ആ ലോക്കിംഗ് സ്ക്രൂസ് ഒന്ന് ചെറിയ ഹാൻഡ് ടേക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, പിന്നെ ഇത് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രസ്, PC എക്സ്പ്രസ്, BGA കാർഡ്, അതേമാതിരി ഗ്രാഫിക്സ് കാർഡ്, ഇതേമാതിരി ആഡ് ഓൺ കാർഡ്സുകൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ ഡ്രൈവ് കാര്യങ്ങൾ പിന്നെ വേണ്ട മാതിരിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇത് പിന്നെ സിസ്റ്റത്തിന്റെ ഫാൻ ആണ്. അപ്പൊ സിസ്റ്റത്തിന്റെ ഫാൻ ഒക്കെ ഇവിടെ ബ്ലാങ്ക് ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ബ്ലാങ്ക് ആക്കി ഇടാൻ പാടില്ല. സിസ്റ്റത്തിന് നല്ല കൂളിംഗ് ആവശ്യമാണ്. ഓക്കെ, നല്ല കൂളിംഗ് വെച്ചാൽ നല്ല കൂളിംഗ്. സിസ്റ്റത്തിന്റെ അകത്ത് കിടന്ന ഈ ചിപ്സെറ്റ് ഒക്കെ നല്ല ഹീറ്റ് ആവും, അഥവാ പ്രോസർ ഹീറ്റ് ആവും. പിന്നെ നേരെ കിടക്കുന്നത് ഇവിടെ ഈ കിടക്കുന്ന PCH, അതേമാതിരി തന്നെ ഈ ഒരു സൈഡ് കോറിന്റെ ഈ സൈഡിലെ സെക്ഷൻ. ഓക്കെ,
ഈ സെക്ഷൻ നന്നായിട്ട് ഹീറ്റ് ആകുന്നതാണ്. അപ്പൊ ഇതിന്റെ ഹീറ്റ് പുറം തള്ളാനാണ് എന്ത് ചെയ്യുന്നത്, ഈ കൂളിങ്ങിന്റെ ഫാൻ ഉള്ളത്. അപ്പൊ ഈ കൂളിങ്ങിന്റെ ഫാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഇനിയിപ്പോ പുതിയ ഫാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ ഡാമേജ് ആയ SMBS ഉണ്ടാവും. ഈ ഡാമേജ് ആയ SMBSന്റെ അകത്ത് ഫാൻ ഉണ്ടാവും. ആ ഫാൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 12 വോൾട്ടിന്റെ സപ്ലൈക്ക് ഡയറക്റ്റ് കൊടുത്തിട്ട് ഇവിടെ 2 സ്ക്രൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാന് CPU കൂളിംഗ് നല്ല കിട്ടും. ഇതിന്റെ ഈ ഹീറ്റ് ഉണ്ടെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യും, പുറം തള്ളപ്പെടും. ഒരു കാരണവശാലും ഇവിടുന്ന് ഫാന് ഇന്നർ ആയിട്ട് കൊടുക്കരുത് ദയവ് ചെയ്തിട്ട്. ഇത് ഇന്നർ ആയിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ 3 മാസം കഴിയുമ്പോൾ തന്നെ ഇതിൽ ഫുള്ള് ഡസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഫുള്ള് ഡസ്റ്റ് CPU അകത്ത് കയറി കിടക്കും. അപ്പൊ അതിന്റെ ഔട്ടർ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ ഉള്ളിലുള്ള ഹീറ്റ് എന്ത് ചെയ്യുക, പുറം തള്ളിക്കാണ് വേണ്ടത്. SMBS ആയാലും അങ്ങനെ തന്നെയാണ്, പുറം തള്ളിക്കാണ് വേണ്ടത്. പിന്നെ ഇതിന്റെ സൈഡിൽ ഫാൻ ഉണ്ടാവും. സൈഡിൽ ഈ സൈഡിലുള്ള ഫാനും നമ്മൾ ഈ പറയുന്ന മാതിരി തന്നെ ഇതിന്റെ ഔട്ടർ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഔട്ടർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോ മേ ബി ഇനി വെച്ചാൽ ചിപ്സെറ്റ് ഇവിടെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിപ്സെറ്റിന്റെ ലൈഫ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ചിപ്സെറ്റിന്റെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇന്നർ ആയിട്ട് ചിപ്സെറ്റിന് മാത്രം കൊടുക്കുക. നിങ്ങൾ ഒരു 3 മാസം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ രീതിയിൽ നല്ല നൈസ്ലി ബ്രഷ് ഉണ്ട്. ഓക്കെ, അണ്ണാൻ വാലിന്റെ നൈസ്ലി ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് ഡസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്, ഡസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഡയറക്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈസ്ലി എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഓവർ ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കമ്പൗണ്ട്സ് ഒക്കെ ഫുൾ ടൈം ഹീറ്റ് ആകുന്നത് കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയി നിൽക്കാനാ ചാൻസ്. മേ ബി സിസ്റ്റത്തിന്റെ ബോർഡ് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ബി കെയർ ആണ്, കെയർ ചെയ്ത് കാണാൻ ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിലും ടെക്നീഷ്യനെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് ബുദ്ധി. അപ്പൊ ബാക്ക് സൈഡ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ഓക്കെ കാര്യങ്ങൾ, കൺട്രി കാര്യങ്ങൾ, ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്. അപ്പൊ നമുക്ക് ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലത്തത് ഈ ഫ്രണ്ട് സൈഡ് ആണ്. അപ്പൊ CPU കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിലെ ഫുള്ളി കമ്പൗണ്ട്സ് ഓക്കെ, പിന്നെ ബാക്ക് സൈഡത്തെ ഡിവൈസും കംപ്ലീറ്റ് ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് സ്പീഡായിട്ട് പറഞ്ഞെങ്കിൽ ഇത് SMBS ആണ്, ടോട്ടലി SMBS ആണ്. ഇതിന്റെ കംപ്ലൈൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇത് കീബോർഡ് മൗസ് ആണ്, ഇത് സീരിയൽ പോർട്ട് ആണ്, ഇത് പാരൽ പോർട്ട് ആണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്, പ്രിന്റർ അതർ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ BGയുടെ കണക്ടർ ആണ്. ഇത് USB മൗസ്, USB യൂണിവേഴ്സൽ സീരിയൽ ബസ്. അപ്പൊ ഇത് റിലേറ്റഡ് ഏത് കമ്പൗണ്ട്സിനും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് RJ45. ഓക്കെ, ഇത് RJ45 എന്തിനാ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നെറ്റ്വർക്ക് ഓക്കെ, ഇതിൽ കാണുന്നത് 10 MBPS മുതൽ 100 MBPS മുതൽ RJ45. ചിലതിൽ എങ്ങനെ വെച്ചാൽ 100 MBPS മുതൽ 1 ജിഗ ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ലേറ്റസ്റ്റ് ഒക്കെ അങ്ങനെ പോകുന്നത്. നമ്മളെ റൗട്ടർ, നെറ്റ്വർക്കുമായിട്ടുള്ള റൗട്ടർ കാര്യങ്ങളൊക്കെ സപ്പോർട്ടിങ്. അപ്പോൾ നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് കെയർ ചെയ്യുമാണ്. ഓക്കെ, നമ്മളെ സിസ്റ്റം എത്രയാണോ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമ്മളെ റൗട്ടർ സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മളെ 1 ജിഗിലാണ് നമ്മുടെ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 100 MBPS പോകുന്ന മോഡം സപ്പോർട്ട് ചെയ്യില്ല. അത് നമ്മൾ സ്വിച്ച് പോകാൻ പാടില്ല, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. നെറ്റ്വർക്കിന്റെ സമയത്ത് 100 MBPS നമ്മൾ മോഡം 100 MBPS ആണോ അല്ല പോർട്ട് കൊടുത്തിരുന്ന 100 MBPSന്റെ പോർട്ടിലാണോ കൊടുത്തിരുന്നത് നോക്കണം. അതല്ലാണെങ്കിൽ 1 ജിഗ ആണെങ്കിൽ 1 ജിഗി തന്നെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കിട്ടൂല, നെറ്റ് കണക്ട് ആവില്ല. ഓക്കെ, ഇത് മൈക്രോഫോൺ അഥവാ നമ്മളെ മൈക്കാണ്. ഇത് കാണുന്നത് സ്പീക്കറിന്റെ ഔട്ടാണ്. ഇത് സബ്ബക്ക് പല ലൈനിക്കും ഔട്ട്പുട്ട് വേരിയബിൾ നമ്മളെ ആംപ്ലിഫയറുമായിട്ട് കണക്ട് ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ ഇത് ലൈൻ ഇന്നാണ്, നേരെ ഇങ്ങോട്ട് കൊടുക്കുന്ന ലൈൻ ഇൻ. ഇത് മോഡാണ്. ഇത് നമുക്ക് എക്സ്പാൻഡ് സ്ലോട്ടാണ്. ഓക്കെ, ഈ ഒരു കാര്യം എടുക്കുന്നത് ലോക്കാണ്. അത് സിസ്റ്റം നമ്മൾ അസംബ്ലി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇത് അയക്കുന്ന സമയത്ത് ഇത് അയക്കാൻ ആരെങ്കിലും ചുമ്മാ വന്നിട്ട് അയച്ചിട്ട് ഇതിന്റെ കമ്പൗണ്ട്സ് ഒന്നും ഫിസിക്കൽ ഡാമേജ് ആക്കരുത്. ഓക്കെ, അപ്പൊ അത് ആക്കാതിരിക്കാൻ വേണ്ടി കമ്പനി ഇതേമാതിരി ലോക്ക് ഇടും. ലോക്ക് കമ്പനിയുടെ ഇൻഫർമേഷൻ കൂടിയിട്ട് ഓപ്പൺ ചെയ്യുക, റിലീസ് അല്ലെങ്കിൽ പിന്നെ കമ്പനി വാറന്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നേരെ കമ്പനി മാത്രമേ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ്, അപ്പോൾ ഒരു ഓവർ വ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതിലേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് നേരെ പോർട്ടുകളാണ്. ഇത് നേരെ ഒരു പാനലാണ് ഈ കാണുന്നത്. ഈ പ്ലേറ്റ് ആണ്, മീൻസ് ഇവിടെ ബോർഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കണക്ഷന് ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഇതൊക്കെ ഫ്രീ ആയിട്ട് കിടക്കും. ഓക്കെ, അവിടെ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ഉണ്ടാവും. അപ്പൊ പ്ലേറ്റ് ഫുൾ ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള ഫിനിഷ് വൃത്തിയായി കിടക്കും. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഒരു ഒരു സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റ് നേരെ തന്നെ ഘടിപ്പിക്കുക ചെയ്യുക. ഫസ്റ്റ് അസംബിൾ ചെയ്യുന്ന മുന്നേ നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റീലിന്റെ മദർ ബോർഡിന്റെ കൂടെ ഇതിന്റെ സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് കിട്ടും, ബാക്ക് പാനൽ കിട്ടും. ആ പാനൽ എന്ത് ചെയ്യാം, ഇതിൽ ലോക്കിംഗ് ആണ്. ചെറിയ ചെറിയ ഡോട്ട് ഉണ്ടാവും ഇവിടെയൊക്കെ. ആ ഡോട്ട് കൈ മുറിയാവുന്ന ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക്
ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ട് ഇതിനകത്ത് ജാം ആയി കഴിഞ്ഞാൽ ഇത് നല്ല തിക്കായിട്ട് അവിടെ നിൽക്കും ആ പ്ലേറ്റ് ഘടിപ്പിച്ചിട്ട് വേണം മദർ ബോർഡ് ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതിനനുസരിച്ച് സ്ക്രൂസ് മെഷർമെന്റ് എവിടെ എടുക്കണ്ടേ എന്നുള്ള തോട്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് അസംബിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡെസ്ക്ടോപ്പിന്റെ ബാക്ക് സൈഡ് അഥവാ ഫ്രണ്ട് സൈഡ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ബാക്കും ഫ്രണ്ടും എസ്റ്റിമേറ്റ് ഓക്കെ ആയിരിക്കും. ഓക്കെ.